ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഒരു മോർണിംഗ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഒരു ഇഡ്ഡലി പാത്രവും ഒരു പ്രഷർ കുക്കറൊക്കെ സ്റ്റവിലിരിപ്പുണ്ട്. പ്രഷർ കുക്കറിൽ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ അപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് സ്റ്റ്യൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് ഇട്ടതായിരുന്നു. ഒരു വിസിലൊക്കെ അടിച്ചപ്പോൾ ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പുഴുങ്ങാതെ എടുക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്നാൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഇത് കുറച്ച് പയറുതോരനൊന്ന് ആവി കയറ്റാനായിട്ട് വെച്ചതാണ്. ഇന്നലെ പയറുതോരൻ വെച്ചപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ചൂടൊക്കെ പോയപ്പോൾ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ചോറിന് കൊടുത്തു വിടാനായിട്ട്. അത് ആവി കയറ്റി ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അപ്പത്തിന് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചാണ് എടുക്കുന്നത്. ഓരോ പ്രാവശ്യവും ഈ കുപ്പി ഇങ്ങനെ പൊക്കി എടുക്കണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഒഴിച്ച് ഇങ്ങനെ അടച്ച് ഇവിടെ വെച്ചേക്കും. ആവശ്യമൊക്കെ കഴിയുമ്പോൾ ബൗളങ്ങ് കഴുകി വെച്ചാൽ മതിയല്ലോ. ഇങ്ങനെയാകുമ്പോൾ എളുപ്പമുണ്ട്. അങ്ങനെ മൺചട്ടി ചൂടായപ്പോൾ ഞാനതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആ കടുക് പൊട്ടിയപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റ്യൂ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. ഞാനതുകൊണ്ട് വിശദമായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. സ്റ്റൂവെന്നോ കുറുമയെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. ഞാൻ തേങ്ങ ഇതിന് അരപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറി മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകം, കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഉണ്ട് കേട്ടോ. എന്നിട്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അത് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ സമയം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. തൊട്ടടുത്ത ബർണറിലോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ചോറിന് കൊണ്ടുപോകാനായിട്ടുള്ളതാണ്. നേരത്തെ അരപ്പൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായിരുന്നു. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ വഴന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കും. അങ്ങനെ മീനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മീൻ മാത്രം ഞാൻ ഇന്ന് ചോറിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ എടുക്കുന്നുണ്ട്. നന്നായിട്ട് വെന്ത ഉരുളക്കിഴങ്ങാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ഉള്ളിയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. അരപ്പൊക്കെ പിടിച്ച് ഒന്ന് വെന്തോട്ടേന്ന് കരുതി ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. മീനൊക്കെ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ വേണ്ട അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. ഉരുളക്കിഴങ്ങ് നേരത്തെ വേവിച്ച് വെച്ചത് കൊണ്ട് ഒരുപാട് നേരം കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അരപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ചൂടുവെള്ളം തണുത്തത് തിളപ്പിച്ചാറിയ വെള്ളമാണ്, അത് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഈ കറി ഒരുപാട് തിളപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ കറി സ്റ്റവിൽ നിന്ന് വാങ്ങുന്നതാണ്. തോരനൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നതുകൊണ്ട് തന്നെ ഞാനിന്ന് കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റത്. 6 മണിയൊക്കെ ആയിട്ടാണ് എഴുന്നേറ്റ് വന്നത്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കടുക് വറുക്കുന്നൊന്നുമില്ല. അങ്ങനെയൊക്കെ ചെയ്യേണ്ടുന്നവർക്ക് ചെയ്തൊക്കെ ഇടാം കേട്ടോ. ഇനി ഞാൻ പാലപ്പം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. മാവൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയിരിപ്പുണ്ട്. ഇനിയപ്പോൾ അപ്പം ചുടാനായിട്ട് പോവുകയാണ്. ഇന്നലെ അരച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മാവൊക്കെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. പാനൊക്കെ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. 3ഓ 4ഓ രീതിയിൽ പാലപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കണം. മാവൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചുറ്റിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഹോൾസ് വീഴുന്ന സമയത്താണ് നമ്മൾ അടച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴാണ് നല്ല സോഫ്റ്റ് പാലപ്പം കിട്ടുക. പാലപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. സ്പാറ്റുല ഒന്നും ഉപയോഗിക്കണമെന്നില്ല. നല്ല സോഫ്റ്റ് പാലപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ പാലപ്പമൊക്കെ ചുട്ടെടുത്ത് വെച്ച് കഴിയുമ്പോഴേക്ക് ഇന്നത്തെ ജോലിയൊക്കെ രാവിലത്തെ ജോലിയൊക്കെ കഴിയും. ബാക്കി കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ചേട്ടായിക്ക് മാത്രം പോയാൽ മതി. മോന് എക്സാമൊക്കെ തുടങ്ങിയ കാരണം അവന് സ്റ്റഡി ലീവാണ്. ചേട്ടായിക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറിയൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. കുഞ്ഞു പാത്രത്തിലിരിക്കുന്ന തൈരാണ് കേട്ടോ. തൈര് എല്ലാ ദിവസവും കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ടിഫിൻ ബോക്സൊക്കെ അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഈ കൊച്ചു വ്ളോഗ് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.